ഹലോ ഓൾ, നമ്മളിന്ന് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ 8ാമത്തെ ലെക്ചറാണ്. അതുപോലെ ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ തേർഡ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സായിട്ട് ക്ലിപ്പറിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലിപ്പർ. നമ്മളിത് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെയും നെഗറ്റീവ് ക്ലിപ്പറിൻ്റെയും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി നമ്മൾ വീഡിയോൻ്റെ കൂടെ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. സെക്കൻഡ് നമ്മൾ പഠിക്കുന്നത് സം അഡീഷണൽ സർക്യൂട്ട്സ് ഓഫ് ക്ലിപ്പർ. നമ്മളിപ്പോൾ പറഞ്ഞതിന് പുറമെ കുറച്ച് അഡീഷണൽ സർക്യൂട്ട്സും കൂടി ഉണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഈ മൊത്തം ക്ലിപ്പറിൻ്റെ ബേസിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ട്രാൻസ്ഫർ ക്യാര എന്ന് നോക്കാം. ഓക്കെ, സോ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ക്യാരയിൽ നിന്ന് എങ്ങനെയാണ് ഇൻപുട്ട് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നതെന്ന് നമുക്ക് ട്രാൻസ്ഫർ ക്യാര കണ്ടാൽ എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഓർഡിനറി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ നമ്മൾ ട്രാൻസ്ഫർ ക്യാരയായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ട്രാൻസ്ഫർ ക്യാര നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ക്യാര വരിക. നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ പഠിച്ച പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതാണ് ഞാൻ വരയ്ക്കുന്ന ഗ്രാഫെങ്കിൽ, ഈ ഗ്രാഫിൽ നമുക്ക് 4 ക്വാഡ്രൻ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ ഗ്രാഫ്, നമ്മൾ ഡയോഡിൻ്റെ VI ഒക്കെ പഠിക്കുന്നില്ലേ, X ആക്സിസിൽ വോൾട്ടേജ് ഇന്നും Y ആക്സിസിൽ വോൾട്ടേജ് ഔട്ടും, ഇതുപോലെ തന്നെ -V ഇന്നും -V ഔട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത് 4 ക്വാഡ്രൻ്റ് വരും. ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, V ഇൻ പോസിറ്റീവും V ഔട്ട് പോസിറ്റീവ് ആവുന്ന ക്വാഡ്രൻ്റാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ്. വാട്ട് അബൌട്ട് സെക്കൻഡ് ക്വാഡ്രൻ്റ്, V ഇൻ നെഗറ്റീവും V ഔട്ട് പോസിറ്റീവ് ആവുന്ന ക്വാഡ്രൻ്റാണ് സെക്കൻഡ് ക്വാഡ്രൻ്റ്. വാട്ട് അബൌട്ട് തേർഡ് ക്വാഡ്രൻ്റ്, V ഇൻ നെഗറ്റീവും V ഔട്ട് നെഗറ്റീവ് ആവുന്ന ക്വാഡ്രൻ്റാണ് തേർഡ് ക്വാഡ്രൻ്റ്. V ഇൻ എന്നുള്ളത് പോസിറ്റീവും V ഔട്ട് എന്നുള്ളത് നെഗറ്റീവ് ആവുന്ന ക്വാഡ്രൻ്റാണ് ഫോർത്ത് ക്വാഡ്രൻ്റ്. അപ്പോൾ ഈ ഓരോ ക്വാഡ്രൻ്റിലായിരിക്കും നമ്മൾ വേവ് ഫോം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് V ഇൻ പോസിറ്റീവ് എന്ന് എടുക്കും. ഇൻപുട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ V ഇൻ എന്തായിട്ട് എടുക്കും, നെഗറ്റീവായിട്ട് എടുക്കും. ഇത്രയുള്ളതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ വരച്ചതാണ് ഫസ്റ്റ് 2 എണ്ണം. നമ്മളിപ്പോൾ ആദ്യം ഒരു ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ സർക്യൂട്ട് വൈസ് ആയിട്ട് ഞാനിനി പറയുന്നില്ല. ഓൾറെഡി നമുക്ക് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ സർക്യൂട്ട് അറിയാം, വേവ് ഫോമും അറിയാം. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫിനെ കട്ട് ചെയ്ത് കളയുന്ന ക്ലിപ്പർ സർക്യൂട്ടാണ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ വേവ് ഫോം കാണാം. ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് വരുന്നത്. സോ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പായിട്ട് നെഗറ്റീവ് മാത്രം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാര എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇൻപുട്ടും ഔട്ട്പുട്ടും റിലേറ്റ് ചെയ്യുകയാണ് അല്ലേ. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് അബൌട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഔട്ട്പുട്ട് ജനറലി എന്താണ്, 0 ആണ്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെയാണ് എൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ നോക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ V ഇൻ പോസിറ്റീവ് ആവുന്ന മൊമെൻറ്റിൽ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ എങ്ങനെ അത് മാർക്ക് ചെയ്യും നമ്മൾ, V ഇൻ പോസിറ്റീവ് എന്നത് ഈ ഗ്രാഫാണല്ലോ. V ഇൻ പോസിറ്റീവ് ആവുന്ന മൊമെൻറ്റിൽ ഔട്ട്പുട്ട് 0 ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്ലോട്ട് ഇങ്ങനെ വരയ്ക്കാം. The waveform will be like this. V ഇൻ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 അല്ലേ, ഔട്ട്പുട്ട് വോൾട്ടേജ് 0 അല്ലേ. യെസ്, അപ്പോൾ വളരെ ഈസിയാണിത്. സെയിം വേ നമ്മളിപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമ്മൾ -V ഇനാണ് കൺസിഡർ ചെയ്യേണ്ടത്. -V ഇന് വരുന്ന സമയത്ത് വാട്ട് അബൌട്ട് ദി ഔട്ട്പുട്ട്, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ സെയിം. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം, അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസിക്കലി 1 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വോൾട്ടാണ്. ഇൻപുട്ട് 2 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടും 2 വോൾട്ടാണ്. ഇൻപുട്ട് 5 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടും 5 വോൾട്ടാണ്. അതിൻ്റെ മീനിങ് എന്താ, ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക, അതുപോലത്തെ ഒരു ഗ്രാഫ്.
അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ഇൻപുട്ട് 5 ആകുമ്പോൾ ഔട്ട്പുട്ടും 5 ആണ്, ഇൻപുട്ട് 4 ആകുമ്പോൾ ഔട്ട്പുട്ട് 4 ആണ്. അപ്പോൾ ഒരു ലീനിയർ ക്യാരിയാണ് നമുക്ക് വരിക. അപ്പോൾ ഇതാണ് ഈ ട്രാൻസ്ഫർ ക്യാരിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാരി ഞാൻ വരച്ചു. ഇതുപോലെ തന്നെയാണ് സീരീസ് ക്ലിപ്പറും വരിക, കാരണം വേവ് ഫോം സെയിം അല്ലേ. സെയിം വേ നമ്മൾ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറിന് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഐഡിയൽ ഡയോഡിൻ്റെ കേസിലാണ്. ഒരു പ്രാക്ടിക്കൽ ഡയോഡാണ് സപ്പോസ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു 0.7 വോൾട്ട് വരും. 0 വോൾട്ടിന് പകരം 0.7 വോൾട്ട് വരും. ബാക്കിയെല്ലാം സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഐഡിയൽ ക്യാര വെച്ച് പഠിക്കുക. പ്രാക്ടിക്കൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നമുക്ക് പറയാം. ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ പ്രത്യേകത, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നിലനിർത്തി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്ത് കളയും. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എനിക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? വെനെവർ ഇൻപുട്ട് ഈസ് പോസിറ്റീവ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഔട്ട്പുട്ട് ഈസ് ഓൾസോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. രണ്ടും സെയിം ആണെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ക്യാര വരയ്ക്കാം? വീനും വി ഔട്ടും ലീനിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ ഔട്ട്പുട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ബി ലീനിയർ. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സെയിം വേ വാട്ട് അബൌട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ? വിന് നെഗറ്റീവ് ആവുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വേവ് ഫോം ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ എങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും? ദ വേവ് ഫോം വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെ എനിക്ക് മാർക്ക് ചെയ്യാം അല്ലേ. ഇങ്ങനെ എനിക്ക് മാർക്ക് ചെയ്തൂടെ? ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുന്നത്. ഇനി മൂന്നാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക, ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്ഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വരയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാറ്ററി വോൾട്ടേജ് ഒക്കെ അനുസരിച്ചാണ് നമ്മൾ വേവ് ഫോം വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്ലിപ്പർ നമ്മൾ അഡീഷണൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചാണ് ഇതിൻ്റെ വേവ് ഫോം ഇരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ ഈ കണ്ടീഷൻ. അപ്പോൾ സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് 10 വോൾട്ടായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബാറ്ററി 4 വോൾട്ടായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്ലോട്ട് വരയ്ക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമ്മൾ ഇതിൻ്റെ ക്യാര വരയ്ക്കുമ്പോൾ ക്യാര വിൽ ബി ലൈക്ക് ദിസ്. എങ്ങനെ വരികയെന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടെങ്കിൽ ഈ ഇൻപുട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ പ്രത്യേകത, നമ്മൾ യൂസ് ചെയ്യുന്നത് 4 വോൾട്ടിൻ്റെ ബാറ്ററി ആയതുകൊണ്ട് 4 വോൾട്ട് വരെ ഇത് ക്ലിപ്പ് നമുക്ക് കിട്ടും. 4 വോൾട്ടിന് ശേഷം ഇത് എന്തായി പോവും? ക്ലിപ്പായി പോകും. ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന വേവ് ഫോമിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 വോൾട്ട് പീക്ക് ടു പീക്കുള്ള ഒരു ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ -10 വോൾട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ +4 വോൾട്ടും കിട്ടി. ഇതിൻ്റെ മീനിങ് എന്താ? നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇൻപുട്ട് 0 to 4 വോൾട്ട് വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ്? സെയിം ആണ്. എപ്പോഴാണോ 4 വോൾട്ട് ക്രോസ് ചെയ്തത് ഒരു കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ടായി മാറി. അപ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെ വരയ്ക്കും? 0 to 4 വോൾട്ട് വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണെന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി എ ലീനിയർ ക്യാര. ഇതാണ് ലീനിയർ ക്യാര. വിന് എത്ര നമ്മൾ വരച്ചത്? 4 വോൾട്ട്. വിന് 4 വോൾട്ടായപ്പോൾ വി ഔട്ട് എത്രയാണ്? 4 വോൾട്ടാണ്. ഈ 4 വോൾട്ട് ക്രോസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? 4 വോൾട്ട് ക്രോസ് ചെയ്തപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയി, ഔട്ട്പുട്ട് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയി എന്ന് പറഞ്ഞാൽ 4 വോൾട്ടായി കണ്ടിന്യൂ ചെയ്തു. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ക്യാരേൻ്റെ റെസ്പോൺസ് വരിക. പോസിറ്റീവ് ക്യാരേൻ്റെ റെസ്പോൺസ് എങ്ങനെ വരും? ഇതുപോലെ വരും അല്ലേ. യെസ്. വാട്ട് അബൌട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സ്പെഷ്യാലിറ്റി, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണോ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് അപ്ലൈ ചെയ്യുന്നത് അത് തന്നെ റിപ്പീറ്റ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ദിസ് ഷുഡ് ബി എ ലീനിയർ ക്യാര ലൈക്ക് ദിസ്. ഇൻപുട്ട് 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 10 ആകുമ്പോൾ ഔട്ട്പുട്ട് 10. ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വിന് നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ക്വാഡ്രൻ്റ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ലോജിക്ക്. സെയിം വേ നമുക്ക് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്ഡാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ 10 വോൾട്ട് ഇൻപുട്ട് -4 വോൾട്ടിൻ്റെ ബാറ്ററി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എങ്കിൽ ഈ ഇൻപുട്ടിൻ്റെ പ്രത്യേകത നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഇതുപോലെയാണ്. എപ്പോഴാണോ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവുന്നത് അപ്പോൾ മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് ഇടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോമിൻ്റെ സ്പെഷ്യാലിറ്റി ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്ന വേവ് ഫോം നമുക്ക് ത്രൂ ഔട്ട് കിട്ടുന്നത് -4 വോൾട്ടാണ്.
എപ്പോഴാണോ -4 വോൾട്ട് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ മാത്രം എനിക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. വീണ്ടും ഇത് -4 വോൾട്ട് ആവും. ഞാനിതിൻ്റെ വർക്കിംഗ് പറയുന്നില്ല, വർക്കിംഗ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ എക്സാക്ട്ലി ഈ -4 വോൾട്ടാണ് ഇവിടെ കാണുന്നത്. -4 to 10 വോൾട്ടാണ് ഈ റേഞ്ച്. അപ്പോൾ ത്രൂ ഔട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് വരുന്നത് എന്താണ്, വെൻ Vin ഈസ് പോസിറ്റീവ് ഔട്ട്പുട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് -4. അത് നമ്മളെങ്ങനെ മാർക്ക് ചെയ്യും? ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് -4 എന്ന് പറയുമ്പോൾ ഇൻപുട്ട് പോസിറ്റീവ് ആകുമ്പോൾ ഔട്ട്പുട്ട്, ഇപ്പോൾ ഇൻപുട്ട് പോസിറ്റീവും ഔട്ട്പുട്ട് പോസിറ്റീവാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇൻപുട്ട് പോസിറ്റീവും ഔട്ട്പുട്ട് നെഗറ്റീവാണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ഫോർത്ത് ക്വാഡ്രൻ്റ് വരിക. ഇൻപുട്ട് പോസിറ്റീവാണ് പക്ഷേ ഔട്ട്പുട്ട് നെഗറ്റീവാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഇൻപുട്ട് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഔട്ട്പുട്ട് എത്രയാണ്? ദിസ് വിൽ ബി -4 വോൾട്ട്. വാട്ട് അബൌട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ -4 വോൾട്ട് എത്തുന്ന വരെ, അല്ലെങ്കിൽ 0 to 4 വോൾട്ട് വരെ 4 വോൾട്ട് തന്നെയാണ് വരിക. -4 വോൾട്ട് എപ്പോൾ ക്രോസ് ചെയ്യുന്നോ, 4 വോൾട്ട് എപ്പോൾ ക്രോസ് ചെയ്യുന്നോ അപ്പോൾ എന്താ വരിക? എക്സാക്ട്ലി 0 to 4 വോൾട്ട് വരെ ഇൻപുട്ട്, 0 തൊട്ട് 4 വോൾട്ട് വരെ, അല്ലെങ്കിൽ 0 തൊട്ട് -4 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് -4 ആണ്. -4 അപ്പോൾ വളരെ ക്ലിയർ ആണ്. 0 തൊട്ട് ഇപ്പോൾ ഇൻപുട്ട് -4 ആവുന്ന വരെ, ഇൻപുട്ട് ഇതല്ലേ, ഇൻപുട്ട് -4 ആവുന്ന വരെ ഔട്ട്പുട്ട് -4 ആണ്. എപ്പോഴാണോ -4 ക്രോസ് ചെയ്തത് ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിമായി ലീനിയർ ക്യാര വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, Vന് -4 ആവുന്ന വരെ ഔട്ട്പുട്ട് -4 എപ്പോൾ ക്രോസ് ചെയ്തോ ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിമാണ്. അത് ആ ക്യാര നിങ്ങൾക്ക് ഇവിടെ കാണാം. -4 to 10 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിമാണ്. അപ്പോൾ ഒരു ലീനിയർ ക്യാര വെച്ച് നമ്മൾ വരയ്ക്കും. ഇങ്ങനെയാണ് വരിക അല്ലേ. നെക്സ്റ്റ് ആണ് ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ്ലി ബയാസ്ഡ്. ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 10 വോൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പീക്ക് ടു പീക്ക്, -4 വോൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബാറ്ററി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ ആയതുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടും, റിപ്പീറ്റഡ് ആയിട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -4 വോൾട്ട് വരെ നമുക്ക് വേവ് ഫോം കിട്ടും. -4 to 10 ഇത് ക്ലിപ്പായി പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരിക. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഔട്ട്പുട്ട് വേവ് ഫോം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്ലോട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ലീനിയർ ക്യാര വരയ്ക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ 0 to 4 വോൾട്ട് വരെ, 0 to 4 വോൾട്ട് വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇതാണ് 0 to 4 വോൾട്ട്, ഇതാണ് -4 വോൾട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം. എപ്പോഴാണോ -4 വോൾട്ട് ക്രോസ് ചെയ്തത് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഓൾവേസ് -4 വോൾട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീനിയർ ക്യാര വരിക, ട്രാൻസ്ഫർ ക്യാര വരിക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെയിം വേ ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്ഡ്, ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെയും നമ്മൾ 10 വോൾട്ട് പീക്ക് ടു പീക്ക് ഇൻപുട്ടും 4 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ നിങ്ങൾ നോക്കുക. ഇങ്ങനത്തെ ഒരു വേവ് ഫോം നമുക്ക് കിട്ടുന്നത് അല്ലേ, ഇങ്ങനത്തെ ഒരു വേവ് ഫോം അല്ലേ. ഈ വേവ് ഫോം വെച്ച് നോക്കുമായിരിക്കും. അപ്പോൾ 4 വോൾട്ടിന് മേലെ 0 to 4 വോൾട്ട് വരെ നമുക്ക്, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 0 to 4 വോൾട്ട് വരെ നമുക്ക് ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. ഔട്ട്പുട്ട് എം ടി ആണ്. എം ടി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഔട്ട്പുട്ട് 4 വോൾട്ട് കിട്ടും. അപ്പോൾ 0 to 4 വോൾട്ട് വരെ ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 0 തൊട്ട് 4 വോൾട്ട് വരെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സാക്ട്ലി എത്ര വോൾട്ടാണ്? 4 വോൾട്ട് ഔട്ട്പുട്ടാണ് കിട്ടുക 0 to 4 വോൾട്ട് വരെ. എപ്പോഴാണോ 4 വോൾട്ട് ക്രോസ് ചെയ്യുക 4 to 10 വോൾട്ടിൽ നമുക്ക് എന്ത് ചെയ്യും? ലീനിയർ ക്യാര കിട്ടും. ലീനിയർ ക്യാര എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതുപോലെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന എത്ര വോൾട്ടാണ്? ത്രൂ ഔട്ട് നമുക്ക് 4 വോൾട്ടാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുക. അപ്പോൾ നമുക്കത് ക്യാര ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഈ ക്യാര നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വരച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്ട് കോൺസെപ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പിനേഷൻ ക്ലിപ്പറാണ്, ലാസ്റ്റ് ടൈപ്പ് ക്ലിപ്പറാണ്. ഈ ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാര നമുക്ക് വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നൊരു വർക്കിംഗ് എക്സാമ്പിളിൽ 5 വോൾട്ടിൻ്റെ ബാറ്ററിയും 3 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് എടുക്കാം എക്സാമ്പിളായിട്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് 10 വോൾട്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വേവ് ഫോമിൻ്റെ പ്രത്യേകത 5 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്തുകൊണ്ട് 5 വോൾട്ടിൽ ക്ലിപ്പാവും, 3 വോൾട്ടിൻ്റെ നെഗറ്റീവ് ബാറ്ററി യൂസ് ചെയ്തുകൊണ്ട് 3 വോൾട്ടിൽ ക്ലിപ്പാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വരയ്ക്കാം. നമുക്ക് കിട്ടുന്ന വേവ് ഫോം
ഇതായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ട് എങ്കിൽ ഈ ഇൻപുട്ടിൽ എക്സാക്ട്ലി ഇത് 5 വോൾട്ടിൽ ക്ലിപ്പായി 5 വോൾട്ടിന് ശേഷം എനിക്ക് കിട്ടുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ 5 വോൾട്ട് പോലെ ഇവിടെ കിട്ടുന്നത് എത്രയാണ് 3 വോൾട്ട് അല്ലെങ്കിൽ -3 വോൾട്ട്. അപ്പോൾ എന്താവും വരിക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് ഇൻപുട്ട് പോസിറ്റീവ് ആവുന്ന സമയത്ത് അപ് ടു 0 to 5 വോൾട്ട് വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. 0 to 5 വോൾട്ട് വരെ. 5 വോൾട്ട് എപ്പോൾ ക്രോസ് ചെയ്തോ ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നത് +5 വോൾട്ട് എന്നുള്ള ഔട്ട്പുട്ടാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. സെയിം വേ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ 0 to -3 വോൾട്ട് വരെ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. എപ്പോഴാണോ -3 ക്രോസ് ചെയ്തത് ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂയി മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രാൻസ്ഫർ ക്യാര കോമ്പിനേഷൻ ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ക്ലിപ്പേഴ്സ് പഠിച്ചിരുന്നു. ക്ലിപ്പറിൽ നിന്ന് ഇനിയും പോസിബിൾ ആയിരിക്കുന്ന കുറച്ച് സർക്യൂട്ട് കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം ഏതാണെന്ന്. നമുക്ക് ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ ഷണ്ട് അറേഞ്ച്മെൻറ്റ് പഠിച്ചിരുന്നു. ഇതേ ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ സീരീസ് അറേഞ്ച്മെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഓൾറെഡി നമുക്ക് പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡയോഡ് നമ്മൾ ഇതുപോലെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. ഡയോഡിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബാറ്ററി സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതെന്താണ്? ബയാസ്ഡ് ക്ലിപ്പറാണ്, ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ്. ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസാണ്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ കേസിൽ എങ്ങനെയാണ് വേവ് ഫോം കിട്ടുക എന്നൊക്കെ നമുക്കറിയാം. ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ് ആകുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫുള്ള് കിട്ടും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പായി പോവും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി അനുസരിച്ചാണ് എത്ര പാർട്ട് ക്ലിപ്പായി പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സീരീസ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സീരീസ് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നെഗറ്റീവ് ബയാസ് വരുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ അറേഞ്ച്മെൻറ്റ് പ്രകാരം ഈ ഡയോഡിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് പറയാം ഇത് പോസിറ്റീവ് ക്ലിപ്പറാണ് അല്ലേ. ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഇതെന്താണ്? ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ്. സോ ബാറ്ററിയുടെ പൊളാരിറ്റി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാം ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ് വിച്ച് ഈസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. ഡയോഡ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഓൾറെഡി വേവ് ഫോം ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. സീരീസ് പോസിറ്റീവ് ക്ലിപ്പ് വിത്ത് നെഗറ്റീവ് ബയാസ് അല്ലേ. അതായത് നമ്മൾ 3 വോൾട്ടിൻ്റെ ബാറ്ററി -3 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തെങ്കിൽ -3 വോൾട്ടിന് ശേഷം മാത്രം നമുക്ക് വേവ് ഫോം കിട്ടും. അല്ലാത്ത കണ്ടീഷനിലൊക്കെ കോൺസ്റ്റൻറ്റ് -3 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോസിറ്റീവ് പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ക്ലിപ്പർ, സീരീസ് ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്തത് കൊണ്ട് നമുക്ക് പറയാം ഇത് നെഗറ്റീവ് ക്ലിപ്പറാണ്. നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ കൂടെ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ഇത് സീരീസ് നെഗറ്റീവ് ക്ലിപ്പറാണ് വിത്ത് നെഗറ്റീവ് ബയാസ്. ഇതിൻ്റെ ഓൾറെഡി വേവ് ഫോം നമുക്കറിയാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഫുള്ള് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ഓഫ് ആയി പോകും. അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബാറ്ററി ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. സെയിം വേ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഏതാണ്? സീരീസ് ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസ്. അപ്പോൾ നമ്മൾ ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്തതുകൊണ്ട് ഇത് ഓൾറെഡി നെഗറ്റീവ് ക്ലിപ്പറാണ്. നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസാണ് ഈ സോഴ്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം ഓൾറെഡി നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു 5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എബോവ് 5 വോൾട്ട് നമുക്ക് ഫുൾ ഹാഫ് സൈക്കിൾസ് കിട്ടും. അല്ലാത്ത മൊമെൻറ്റിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് 5 വോൾട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ അഡീഷണൽ സർക്യൂട്ട്സ് പഠിക്കുന്നത്. ഇപ്പോൾ ഇത് ഏത് രീതിയിലും ചോദിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ വരച്ച പോലെ തന്നെ ഇപ്പോൾ മേ ബി സർക്യൂട്ട് ഇങ്ങനെയും ചോദിക്കാം. ആദ്യം ഒരു ഡയോഡ് എന്നിട്ട് ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്തും ചോദിക്കാം. ഇങ്ങനെയാണെങ്കിലും ഇതെന്താണ്? സീരീസ് ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ബയാസാണ്. ഇപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിലോ ആദ്യം നമുക്കൊരു ഡയോഡ് ഇങ്ങനെ പിന്നെ ഒരു ബാറ്ററി ഇങ്ങനെയാണെങ്കിൽ ഇത് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് നെഗറ്റീവ് ബയാസാണ്. അപ്പോൾ ഏത് രീതിയിലും ചോദിക്കാം, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ വെറൈറ്റി സർക്യൂട്ട്സും ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഞാൻ ജസ്റ്റ് 3 പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് ചോദിക്കാം.
നമുക്കിതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എ നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ ഷോൺ ഇൻ ഫിഗർ, വാട്ട് ഈസ് ദി പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ദ സർക്യൂട്ട് ഇഫ് വി ആർ യൂസിങ് എ സിലിക്കൺ ഡയോഡ്? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഐഡിയൽ ഡയോഡിൻ്റെ കേസാണ്. ഐഡിയൽ ഡയോഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സിലിക്കൺ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സീരീസ് നെഗറ്റീവ് ക്ലിപ്പറാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ ആകുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കുക, ഒരു ഡയോഡ് വരച്ചു അല്ലേ? ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സിലിക്കൺ ഡയോഡാണെന്ന് സ്പെസിഫിക്കാണ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് വോൾട്ടേജ് നമുക്ക് 0.7 വോൾട്ടായിട്ട് എടുക്കാം. ഓക്കെ, അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ടായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ജനറലി നമുക്കൊരു സീരീസ് നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ വേവ് ഫോം നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ, സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എനിക്കിതുപോലെ കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിപ്പോവും? കട്ടായിപ്പോവും. അങ്ങനെയാണല്ലോ വരിക സീരീസ് നെഗറ്റീവ് ക്ലിപ്പറിൻ്റെ വേവ് ഫോം. അപ്പോൾ നമുക്കിവിടെ അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ഡയോഡാണ്? ഒരു സിലിക്കൺ ഡയോഡാണ്. അപ്പോൾ നമ്മളിവിടെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുമ്പോൾ, മാക്സിമം പീക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ 0.7 കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബേസിക്കലി നമ്മളിപ്പോൾ ഈ 0.7 വോൾട്ടും കൂടി നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് മൊത്തം കിട്ടുന്ന മാക്സിമം കിട്ടുന്ന 12 വോൾട്ടാണ്. ഈ 12 വോൾട്ടിൻ്റെ കൂടെ നമ്മളിവിടെ എന്താ ആഡ് ചെയ്യണം? -0.7 കൂടി ആഡ് ചെയ്യണം. എന്താണ് ഈ -0.7 നോക്കുകയാണെങ്കിൽ ഈ ഡയോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഫോർവേഡ് ബയസ് ആണെങ്കിൽ ഈ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ നമുക്ക് ഡയോഡിൻ്റെ പൊളാരിറ്റി എക്സാക്ട്ലി ഇത് കണ്ടക്റ്റ് എന്ന് പറയുമ്പോൾ ഡയോഡ് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക 0.7. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് കാഥോഡ് ടെർമിനലിൻ്റെ വോൾട്ടേജാണ് നമുക്ക് റിഫ്ലക്റ്റ് ആവുക. അപ്പോൾ -0.7 വോൾട്ടാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 12 വോൾട്ടിൽ നിന്ന് -0.7 വോൾട്ട് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നോർമൽ കേസിൽ മാക്സിമം പീക്ക് കിട്ടുന്ന 12 വോൾട്ടാണ്. സിലിക്കൺ ഡയോഡിൻ്റെ ഒരു പൊട്ടൻഷ്യലും കൂടി നോക്കുകയാണെങ്കിൽ ആ 12 എന്നുള്ളത് എത്രയാവും? 11.3 വോൾട്ടാവും. 11.3 വോൾട്ടാവും. അതെന്താ ഈ 11.3? 12 പ്ലസ് -0.7 അപ്പോൾ 11. അപ്പോൾ ഒരിക്കലും മാക്സിമം പീക്കിനേക്കാളും കൂടില്ല. ഇതിൽ ഈ 0.7 കൂട്ടണോ കുറയ്ക്കണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക മാക്സിമം പീക്ക് 12 വോൾട്ടാണ്. 12 വോൾട്ടിനേക്കാളും ഒരിക്കലും കൂടില്ല, 12 വോൾട്ടിനേക്കാളും കുറയുള്ളൂ. അപ്പോൾ 11.3 ആയിരിക്കും എനിക്ക് കിട്ടുന്ന പീക്ക് വോൾട്ടേജ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഫോർ ദി ഇൻപുട്ട് വേവ് ഓഫ് സിമ്മട്രിക്കൽ ക്ലിപ്പർ ഷോൺ ഇൻ ഫിഗർ, ഫൈൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം, അസ്യൂം ദി ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് ഡയോഡ് ഈസ് 0.6 വോൾട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക, നമ്മളൊരു കോമ്പിനേഷൻ ക്ലിപ്പർ പോലെ തന്നെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? കോമ്പിനേഷൻ ക്ലിപ്പറിൽ നമുക്ക് ആകെ ഉണ്ടാവുന്നത് അഡീഷണലി ഒരു ബാറ്ററി ഉണ്ടാവും. ഇവിടെ നമുക്ക് ബാറ്ററി ഇല്ല, നമുക്ക് ആകെ വരുന്ന എന്താണ്? ഡയോഡ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0.6 വോൾട്ടാണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സ്ക്വയർ ഇൻപുട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 10 വോൾട്ട് 10 വോൾട്ട്. അപ്പോൾ സ്പെസിഫിക്കായിട്ട് ബാറ്ററി യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ബാറ്ററി സോഴ്സായിട്ട് ആക്ട് ചെയ്യും. ഇത് -0.6 ആയിട്ടും ഇത് +0.6 വോൾട്ടായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ ബേസിക്കലി എങ്ങനെ വരിക? നമ്മൾ ഈ വേവ് ഫോം നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എനിക്ക് +0.6 ഔട്ട്പുട്ട് കിട്ടും. എനിക്ക് എത്ര കിട്ടും? +0.6 ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? -0.6 ഔട്ട്പുട്ട് കിട്ടും. എങ്ങനെയാണ് ഈ +0.6? അപ്പോൾ ശരിക്കും ഒരു ഐഡിയൽ കേസാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു നൾ ഔട്ട്പുട്ടാണ് വരിക, 0. ഇവിടെ നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു പ്രാക്ടിക്കൽ ഡയോഡാണ്. അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ സ്പെസിഫിക് ആയിട്ട് തന്നതുകൊണ്ട് നമ്മളതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ +0.6 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -0.6 വോൾട്ടും ഔട്ട്പുട്ട് വരും. ഇത് കോമ്പിനേഷൻ ക്ലിപ്പറിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇത്രേ ഉള്ളൂ. നിങ്ങളെ ഓൺ വേർഡ്സിൽ ഇതിൻ്റെ നോട്ട്സ് എഴുതുക. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ? ഫോർ ദി ഇൻപുട്ട് വേവ് ഫോം ടു ദി ക്ലിപ്പിംഗ് സർക്യൂട്ട് ഇൻ ഫിഗർ, ഫൈൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതേതാണ് നമ്മൾ വരച്ചിരിക്കുന്ന സർക്യൂട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാനല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? ആദ്യം ഒരു ബേസിക് റെസിസ്റ്റർ വന്നു, പിന്നെ ഒരു ഡയോഡ് വന്നു, ഒരു ബാറ്ററി വന്നു അല്ലേ?
അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ ഇതിപ്പോൾ ഏത് ഡയോഡാണ് തരാത്ത സ്ഥിതിക്ക് നമുക്കിത് ഐഡിയൽ ഡയോഡായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ബേസിക്കലി ഇത് ഏത് സർക്യൂട്ടാണ്? ഇത് എക്സാക്ട്ലി ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ്. ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണ് വിത്ത് പോസിറ്റീവ് ബയാസ്, ബാറ്ററി പോസിറ്റീവ് ബയാസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കാം ഇതിൻ്റെ വേവ് ഫോം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിൻ്റെ വേവ് ഫോം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് വേവ് ഫോം വരിക? നമ്മൾ സ്ക്വയർ ഇൻപുട്ടാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെ ഇതിൻ്റെ വേവ് ഫോം വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറാണല്ലോ, ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. എങ്ങനെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും -10 വോൾട്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ നോർമൽ കേസിൽ ഇത് ക്ലിപ്പായി പോകേണ്ടതാണ്. പക്ഷേ ഇത് ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ബാറ്ററി 5 വോൾട്ട് ആയതുകൊണ്ട് 0 to 5 വോൾട്ട് വരെ ഇത് കണ്ടക്ട് ചെയ്യും. അതിനുശേഷം എന്തായി പോവും? ക്ലിപ്പായി പോവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ്, ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഹാഫ്. അപ്പോൾ +5 വോൾട്ട്. അപ്പോൾ 5 വോൾട്ട് to 10 വോൾട്ട് ഇത് എന്തായി പോവും? ക്ലിപ്പായി പോവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ 3 പ്രോബ്ലംസ്. ഇപ്പോൾ ക്ലിപ്പറിൽ നിന്നുള്ള ഫണ്ടമെൻ്റൽ ബേസിക് പ്രോബ്ലംസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഇനി കൂടുതൽ എക്സസൈസിൽ പഠിക്കാം. അപ്പോൾ ഇതോടെ ക്ലിപ്പർ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് ക്ലാമ്പർ സർക്യൂട്ട് പഠിക്കാം. അപ്പോൾ ക്ലാമ്പറും കൂടി കഴിഞ്ഞാൽ ഈ വേവ് ഷേപ്പിംഗ് പാർട്ട് എന്താവും? കംപ്ലീറ്റ് ആവും. ഓക്കെ.